വിവാഹ ദിവസം വാഹനാപകടത്തിൽ പരുക്കേറ്റ് ചികിത്സയിലിരിക്കെ ആശുപത്രിയിൽ താലി ചാർത്തിയ ആവണി ആശുപത്രി വിട്ടു. ആത്മവിശ്വാസം വർദ്ധിച്ചുവെന്നും കൊച്ചി VPS ലേക്ഷോർ ആശുപത്രിക്ക് ബിഗ് സല്യൂട്ട് എന്നും ആവണി പറഞ്ഞു. എനിക്കറിയാം, എന്നെ അറിയാത്തവരും ഒരുപാട് പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് അറിയാം. എല്ലാവർക്കും എന്നെ അറിയാത്തവരും ഒരുപാട്, എനിക്കൊന്ന് വേറെ സ്റ്റേറ്റിൽ നിന്ന് വരെ, തമിഴ്നാട്ടിൽ നിന്നും കർണാടക, പല സ്റ്റേറ്റിൽ നിന്ന് വരെ എനിക്ക് മെസ്സേജസും ഫോൺ കോൾസൊക്കെ ഇങ്ങനെ വരാറുണ്ട്. ഒരുപാട് താങ്ക്സ്. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് എന്റെ രണ്ട് ഫാമിലിയുടെയും പേരിൽ നിന്നും ഒരുപാട് താങ്ക്സ്. ചികിത്സയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത് എന്ന് ആവണിയുടെ ഭർത്താവ് ഷാരോൺ പറഞ്ഞു. എല്ലാവരുടെയും സ്നേഹത്തിനും ആ പ്രാർത്ഥനയ്ക്കും എല്ലാം താങ്ക്സ് ഉണ്ട്. എസ്പെഷ്യലി ഹോസ്പിറ്റലിലെ ഓരോ ഡിപ്പാർട്ട്മെന്റിലുള്ള സ്റ്റാഫും ഞങ്ങൾക്ക് വന്ന സപ്പോർട്ട് വളരെ വിലമതിക്കാത്തതാണ്. അതുപോലെ തന്നെ സാറ്, എല്ലാവർക്കും എൻ്റെ നന്ദി. നിതിൻ അമ്പജനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. നിതിൻ, അങ്ങനെ സന്തോഷമുള്ളൊരു കാഴ്ചയാണ്. അപകടത്തിൽ പരുക്കേറ്റ് അല്പം ഗുരുതരാവസ്ഥയിലായിരുന്നു ആവണി. ശേഷം ആവണിയെ താലി ചാർത്തുകയായിരുന്നു ഷാരോൺ ആശുപത്രിയിൽ വെച്ച് തന്നെ. അങ്ങനെ ഇപ്പോൾ ആ ചികിത്സയൊക്കെ പൂർത്തിയാക്കി ആവണി ആശുപത്രി വിടുമ്പോൾ ഇനിയിപ്പോൾ ചികിത്സ അത് ഏത് രീതിയിലായിരിക്കും? പരിക്കെല്ലാം എത്രത്തോളം ഭേദമായിട്ടുണ്ട്? പ്രവിധ, അങ്ങനെ പരിക്കെല്ലാം ഭേദമായി ആവണി ഇപ്പോൾ ആശുപത്രി വിട്ടിരിക്കുകയാണ്. അല്പസമയമാണ് ആവണി ഇപ്പോൾ ആശുപത്രി വിട്ട് പോയിരിക്കുന്നത്. കഴിഞ്ഞ മാസം നവംബർ 21-നായിരുന്നു ആവണിക്ക് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്. പുലർച്ചെ 3 മണിക്കായിരുന്നു ആവണി സഞ്ചരിച്ച കാർ ഒരു മരത്തിലിടിക്കുകയും പിന്നീട് അപകടം സംഭവിക്കുകയും ചെയ്തു. അതിനുശേഷം ആദ്യം കോട്ടയം മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി, പിന്നീടായിരുന്നു ഇപ്പോൾ എറണാകുളത്തെ ലേക്ഷോർ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത്. നട്ടെല്ലിന് ഗുരുതരമായി പരിക്കേറ്റായിരുന്നു ഇവിടേക്ക് എത്തിയത്. പക്ഷേ അന്ന് തന്നെയായിരുന്നു ആവണിയുടെ ഏറ്റവും സ്വപ്ന ദിവസം അന്ന് തന്നെയായിരുന്നു. പക്ഷേ ഷാരോന്റെ മനക്കരുത്തും ആവണിയുടെ മനക്കരുത്തും കാരണം അന്ന് തന്നെ മുഹൂർത്തം തെറ്റാതെ വിവാഹം ഇവിടെ വെച്ച് ഈ ആശുപത്രിയിലെ അത്യാഹിത വിവാഹത്തിൽ വെച്ച് വിവാഹം നടത്തുകയായിരുന്നു. ഒരു താലി ചാർത്തുകയായിരുന്നു. അതിന് ആശുപത്രി അധികൃതരെല്ലാം തന്നെ വലിയ പിന്തുണയുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഒരു ശസ്ത്രക്രിയ നടത്തി, അത് വിജയകരമായി പൂർത്തിയായി. നട്ടിലായിരുന്നു ഗുരുതരമായി പരിക്കേറ്റത്. പിന്നെ കാലിന്റെ എല്ലുകളെല്ലാം തന്നെ പൊട്ടിയിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസം നമ്മൾ ആവണിയുടെ പ്രതികരണം കേട്ടതാണ്. കാരണം പരിക്ക് ഭേദമായ ശേഷം ആവണി ആദ്യമായി തന്നെ സമൂഹ മാധ്യമങ്ങളുടെ പ്രതികരണം നടത്തിയിരുന്നു. അങ്ങനെ ആശുപത്രി അധികൃതർക്ക് വലിയ നന്ദി അറിയിച്ചുകൊണ്ടായിരുന്നു പ്രതികരണം നടത്തിയത്. എന്തായാലും ഈ ഘട്ടത്തിലും ആശുപത്രി അധികൃതർക്ക് വലിയ ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് ആവണി ഇപ്പോൾ സന്തോഷത്തോടുകൂടി ഇവിടെ ഇപ്പോൾ പോയിരിക്കുകയാണ്. ആവണിയെ യാത്രയാക്കാനായി ആശുപത്രി അധികൃതർ ഒന്നടങ്കം ഇവിടേക്ക് എത്തിയിരുന്നു. എന്തായാലും ആശുപത്രി അധികൃതരുടെ എല്ലാം തന്നെ സമ്പൂർണ്ണമായ പിന്തുണയും അതോടൊപ്പം തന്നെ സഹായം കൊണ്ട് ആവണി തിരികെ ജീവിതത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഒപ്പം നിന്ന ആളുകൾ നിരവധി പേരുണ്ട്. അത് സംസ്ഥാനത്തിന് പുറത്തുള്ള ആളുകൾ വരെ ആവണിയുടെ ഈ ഒരു അപകടം അറിഞ്ഞ് അവരെ ഫോണിൽ വിളിച്ച് അന്വേഷിച്ചിരുന്നു. അങ്ങനെ വലിയ സന്തോഷത്തോടെ ആവണി ഇപ്പോൾ ഇവിടെ നിന്ന് പോയിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഷാരോണും ഈ ഘട്ടത്തിൽ പ്രതികരണം നടത്തിയിരുന്നു. ഇനി കുടുംബവുമായി ആലോചിച്ച് ഒരു വിപുലമായ കല്യാണ പരിപാടികൾ പ്രത്യേകിച്ചും ഈ വരും ദിവസങ്ങളൊക്കെ തന്നെ ആലോചിക്കുമെന്നാണ് ഇപ്പോൾ ഷാരോൺ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വലിയ സന്തോഷത്തോടെ തന്നെ ആവണി ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് വിട്ടിരിക്കുകയാണ്. ലേക്ഷോർ ആശുപത്രി അധികൃതർക്ക് ബിഗ് സല്യൂട്ട് കൂടിയാണ് ആവണി ഈ ഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.